നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2 ദിവസങ്ങൾ ചെലവഴിച്ചു. ഇന്നലെ ഉദ്ഘാടന സമ്മേളനത്തിന് ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ 2 ദിവസത്തെ ഈ ക്യാമ്പ്, 2 ദിവസത്തെ ഈ പ്രഭാവനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന ഒന്നായി മാറുമെന്ന ഒരു അഭിപ്രായം ഇന്നലെ പറയുകയുണ്ടായി. തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നതാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ ഓരോ പെർഫോമൻസും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശ്വരൻ തന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുവാൻ ഈ 2 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് സാധിച്ചു. ഇല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി. ഇവിടെ നടന്ന ഓരോ ക്ലാസ്സുകൾ നിങ്ങളുടെ ചെവിയിലൂടെ കേട്ട് അറിവിന്റെ ശുദ്ധീകരണം ഈ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചു. അഭിപ്രായം നമുക്കിത് ഈ 2 ദിവസം സന്തോഷത്തിന്റെ സമയമാണ്. ഞാൻ തന്നെ പറഞ്ഞു ഫസ്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസം അനന്തമായ ആകാശത്തിൽ പറന്നുയരുന്ന പറവകളെ പോലെ നമ്മുടെ മനസ്സ് ഫ്രീ ആയിട്ട് നമ്മൾ വേറെ യാതൊരു ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് 2 ദിവസം കഴിയുന്നുണ്ട്. അതിന് പുറമെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നേതൃത്വ പാഠവും കിട്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നലെ ടീം ലീഡേഴ്സ് പല ടീമുകളായി തിരിച്ച് ടീം ലീഡേഴ്സും മറ്റുള്ള ആക്ടിവിറ്റീസും ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പകരം നിങ്ങൾക്ക് നേതൃത്വം നിങ്ങൾക്ക് ഒരു അതിന് കൂടുതലായി സ്വന്തമായി ചെയ്യാനുള്ള ഒരു അവസരം ശരി എന്നത് ഞാൻ വളരെ ബോധപൂർവം പറഞ്ഞ ഒരു വാക്കാണ്. അതൊരു ഔപചാരികമായ പദമല്ല. അടുത്ത കൊല്ലം വെക്കേഷൻ ആവുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ കൊല്ലം ക്യാമ്പില്ലേ എന്ന് ചോദിക്കാൻ തോന്നും. ക്യാമ്പിന്റെ ഔട്ട്കം ആണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടുന്ന് കിട്ടി എന്ന തോന്നുന്നു. കുട്ടിത്തമല്ല, കുട്ടിക്കാലമാണ് മനുഷ്യന്റെ മരണം വരെ ഉണ്ടാവുക. സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ. പാലക്കാട്. ഓരോ കുട്ടികളുടെയും പ്രഭാതം ആരംഭിക്കേണ്ടത് പത്രവായനയിലൂടെ ലോകത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടാവണമെന്നും കുട്ടിത്തമല്ല മറിച്ച് കുട്ടിക്കാലമാണ് ഓരോ മനുഷ്യൻ്റെയും മരണം വരെ ഉണ്ടാവുക എന്നും സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു. പാലക്കാട് താലൂക്ക് NSS യൂണിയൻ മാനവ വിഭവശേഷി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലീഡ് കോളേജ് ക്യാമ്പസിൽ വെച്ച് നടത്തി വന്നിരുന്ന പ്രഭാവനം 2026 2 ദിവസത്തെ സഹവാസ ക്യാമ്പിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ. വായന ശീലമാക്കിയാൽ കിട്ടുന്ന അറിവ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ കാലഘട്ടങ്ങളിലെ ജീവിതത്തിനും വളരെ സ്വാധീനം ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, വൈസ് പ്രസിഡന്റ് K ശിവാനന്ദൻ, ക്യാമ്പ് കോർഡിനേറ്റർമാരായ R ശ്രീകുമാർ, R സുകേഷ് മേനോൻ, P സന്തോഷ് കുമാർ, R ബാബു സുരേഷ്, അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട്, കൃഷ്ണപ്രിയ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ കരിയർ ഗൈഡൻസ്, പ്രസംഗ പരിശീലനം, നായർ സർവീസ് സൊസൈറ്റിയും മന്നത്ത് പത്മനാഭനും യോഗയും ധ്യാനവും, കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ പ്രതിഭ, ഡോക്ടർ ഷാജു മിറ്റ്ന, അഡ്വക്കേറ്റ് അമൃത ബാബു സുരേഷ്, N കൃഷ്ണകുമാർ, പ്രജോദ്, ഡോക്ടർ രജനി, എബേൽ ജോ പോൾ, അർജുൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ക്ലാസുകൾ കൂടാതെ ഗ്രൗണ്ട് ആക്ടിവിറ്റീസ്, DJ, ഫാം വിസിറ്റ്, ഫയർ വാക്ക് എന്നിവ ക്യാമ്പിന് മാറ്റുകൂട്ടി. കുട്ടികൾ വളരെ സന്തോഷമായിരുന്നു.
ഓക്കെ, താങ്ക് യു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.